ഒട്ടും അഭിനയിക്കാനറിയാത്ത VS ഒരു തവണ മാത്രം അഭിനയിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ VS ആയി തന്നെ. 2016 ഡിസംബർ 2 പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറിയാണ് ചിത്രം. ഒരു പ്രദേശത്തെ ജലക്ഷാമവും വെള്ളമൂറ്റിയെടുക്കുന്ന കുത്തക കമ്പനിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭവുമാണ് സിനിമയുടെ പ്രമേയം. സമരത്തിന് പിന്തുണയുമായി VS എത്തുന്നു. കൂത്തുപറമ്പിൽ വെച്ചായിരുന്നു VS അഭിനയിച്ച രംഗങ്ങൾ ചിത്രീകരിച്ചത്. സിനിമ മുന്നോട്ട് വെച്ച സാമൂഹിക വിഷയം തന്നെയാണ് VSനെ ആകർഷിച്ചത്. ആളുടെ തീം അല്ലെങ്കിൽ സന്ദേശം സമരശക്തി കൊണ്ട് കോർപ്പറേറ്റുകളുടെ ഇതുപോലുള്ള അവിവേകത്തെ തടയാൻ കഴിയും എന്ന് അവർ സ്വന്തം ശക്തി അണിനിരത്തി തെളിയിച്ചിരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ ഒരു പാഠമാണ്. ആ നിലയിലാണ് ഇതിൽ സഹകരിക്കാമെന്ന് ഞാൻ കരുതുന്നത്. VS സിനിമയുടെ ഭാഗമായതിൻ്റെ ആവേശം പിന്നണി പ്രവർത്തകർ ഇപ്പോഴും പങ്കുവെക്കുന്നു. അഭിനയിക്കാനുണ്ടായതെന്നാൽ ഈ സിനിമയുടെ ഇതിവൃത്തം ആ നിലയിലുള്ള ഒരു സിനിമയാണ്. അത് ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവനും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത്. അതിൽ ജലചൂഷണം എന്നാണ്, അതിലൊരു കമ്പനി ജലചൂഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തത്. അപ്പോൾ ആ നാട്ടിലെ ജനങ്ങളും ആ നാട്ടിലെ കോളേജിലെ കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. സമരം 14 ദിവസം പിന്നിട്ടിട്ടും സമരം വിജയിക്കുന്നില്ല. ഈ അവസരത്തിലാണ് VS ഈ വാർത്ത അറിയുകയും മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിയുകയും ആ സമരപന്തലിലേക്ക് VS എത്തിച്ചേരുന്നത്. VS എത്തിച്ചേരിയതിനു ശേഷമാണ് ആ സമരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയത്. സമരം വിജയിക്കുകയും വളരെ നല്ല നിലയിൽ VS ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ആ സമരം വിജയിക്കുകയും VS ആയി തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. സമരം കനൽ ജ്വാല